ഹായ് ഫ്രണ്ട്സ്, ഞാൻ Casac Benjali ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. നിശ്ചയദാർഢ്യം കൊണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയ ഒരു പോരാളിയുടെ കഥ. ഹംഗേറിയൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കരോളി ടെക്കാക്സ് എന്ന് പറയുന്ന ഒരു സൈനികൻ്റെ കഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിൽ ഒളിമ്പിക്സ് മെഡൽ നേടുക എന്നുള്ളതാണ്. കുട്ടിക്കാലം മുതലേ ഷൂട്ടിങ്ങിൽ താല്പര്യനായ അദ്ദേഹം ഹംഗേറിയൻ ആർമിയിലെ വളരെ സമർത്ഥനായ ഉദ്യോഗസ്ഥനും ഹംഗേറിയൻ ആർമിയിൽ ഒരു മുതൽക്കൂട്ടും തന്നെയായിരുന്നു. അദ്ദേഹം നിരന്തരമായിട്ടുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തവണത്തെ ഒളിമ്പിക്സ് മെഡൽ അദ്ദേഹത്തിന് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും അത് തന്നെ ഉറപ്പിച്ചു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളും ആ നാട്ടുകാർ, ഹംഗറിയിലുള്ള നാട്ടുകാരെല്ലാവരും ഷൂട്ടിങ്ങിൽ കരോളി ടെക്കാക്സിന് തന്നെയാണ് ഇത്തവണത്തെ സ്വർണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് കഴിയുകയാണ്. അതിനിടയ്ക്കാണ് 1938 ഒരു സൈനിക പരിശീലനത്തിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ വലത് കൈ നഷ്ടമായി. സൈനിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ഫോടനത്തിൽ അദ്ദേഹത്തിൻ്റെ വലത് കൈ പൂർണ്ണമായിട്ടും നഷ്ടമായി. എല്ലാവർക്കും വളരെ വിഷമമായി. കാരണം ഉറപ്പായിട്ടും ഒളിമ്പിക്സ് മെഡൽ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ്, അഭിമാനമായിട്ടുള്ള ഒരു പോരാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഹാൻഡായിട്ടുള്ള വലത് കൈ അങ്ങ് നഷ്ടമാകുകയാണ്. നഷ്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരിലും ആശങ്കയുണ്ടായി. ദിവസങ്ങളോളം അദ്ദേഹം ആശുപത്രിയിൽ കഴിച്ചുകൂട്ടി. എല്ലാവരും വിധി എഴുതി ഇനി അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവില്ല, അദ്ദേഹത്തിൻ്റെ ഒളിമ്പിക്സ് ജീവിതം പൂർണ്ണമായിട്ട് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവരും വിധി എഴുതി. അങ്ങനെ ഇരിക്കുകയാണ് 1939 ഹംഗറിയൻ നാഷണൽ ഒളിമ്പിക്സ് നടക്കുകയാണ്. നാഷണൽ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് താരങ്ങളെല്ലാവരും മത്സരത്തിന് ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ട് മത്സരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആ ഹാളിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ഒരു കൈ മാത്രമുള്ള കരോളി ടെക്കാക്സ് എന്ന് പറയുന്ന ആ പോരാളി അവിടേക്ക് കടന്നു വരികയാണ്. അപ്പം മത്സരിക്കാൻ നിൽക്കുന്ന എല്ലാവരും കരോളി ടെക്കാക്സിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഓ, നിങ്ങൾ ഈ ഒരു അവസ്ഥയിലും ഞങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ മത്സരം കാണാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു, നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പം കരോളി ടെക്കാക്സ് അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മത്സരം കാണാൻ വന്നതല്ല, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വന്നതല്ല, നിങ്ങളെ മത്സരിച്ച് ജയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരോളി ടെക്കാക്സ് അവരോട് പറഞ്ഞു, മത്സരത്തിന് തയ്യാറായിക്കോളൂ, ഞാൻ നിങ്ങളെ തോൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ഏത് മനുഷ്യനാണ് വന്നിരിക്കുന്നത്? തൻ്റെ ഷൂട്ടിംഗ് ഹാൻഡായ വലത് കൈ നഷ്ടമായ വ്യക്തിയാണ് വന്നിരിക്കുന്നത്. ഒരേ ഒരു കൈ പിടിച്ചുകൊണ്ട്, ഇതുവരെ ശേഷിയില്ലാത്ത, കൃത്യമായി പരിശീലനം ലഭിക്കാത്ത ഇടത് കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് മത്സരത്തിന് തയ്യാറായിരിക്കണം. ആരോട്? 2 കൈകളും ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഷൂട്ടർമാരോടാണ് കരോളി ടെക്കാക്സ് മത്സരത്തിന് തയ്യാറായിരിക്കുന്നത്. നാഷണൽ ഒളിമ്പിക്സ് കഴിഞ്ഞു. അത്ഭുതം പോലെ തന്നെ കരോളി ടെക്കാക്സ് എന്ന് പറയുന്ന പോരാളിയുടെ, മത്സരാർത്ഥിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ മത്സരം ഒരൊറ്റ കൈ കൊണ്ട്, ഓൺലി 1 ഹാൻഡ്, ഒരൊറ്റ കൈ കൊണ്ട് മത്സരത്തിനിറങ്ങിയ കരോളി ടെക്കാക്സ് ആ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി, ഒളിമ്പിക്സ് മത്സരത്തിനുള്ള യോഗ്യത നേടി. പക്ഷേ വിധി കരോളി ടെക്കാക്സിനോട് കുറച്ച് ക്രൂരത കാട്ടി. 1940 ഒളിമ്പിക്സ് നടക്കേണ്ടിയിരുന്നത്. ബട്ട് 2ാം ലോക മഹായുദ്ധം നടക്കുന്ന കാരണത്താൽ 1940 ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള ആഗ്രഹം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ തന്നെ കരോളി ടെക്കാക്സ് ഏർപ്പെട്ടുകൊണ്ടിരുന്നു. യാതൊരു തരത്തിലും പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് മറ്റാരും അറിയാതെ സീക്രട്ടായിട്ട് നിരന്തരം പരിശീലനത്തിൽ ഏർപ്പെട്ടു. 1944 ഒളിമ്പിക്സിന് വേണ്ടി അദ്ദേഹം തയ്യാറായി. അപ്പോഴാണ് വീണ്ടും അറിയുന്നത്
രണ്ടാം ലോക മഹായുദ്ധം കാരണം 1944 ഒളിമ്പിക്സും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഒരു പോരാളി അവിടെയും പിന്തിരിഞ്ഞോടാൻ തയ്യാറായില്ല. ഒരു കൈ കൊണ്ട് അദ്ദേഹം പിന്നെയും സീക്രട്ടായിട്ട് ആരും അറിയാതെ അദ്ദേഹം വീണ്ടും വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെട്ടു. അപ്പോഴേക്കും പ്രായാധിക്യം എന്ന് പറയുന്ന പ്രശ്നം അദ്ദേഹത്തിന് നേരിടുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്തിരിയാൻ തയ്യാറായില്ല. വീണ്ടും 1948 ഒളിമ്പിക്സിന് വേണ്ടിയുള്ള നാഷണൽ ടീമിൽ അദ്ദേഹം അംഗമായി. 1948 നാഷണൽ ടീമിൽ, ഒളിമ്പിക്സിന് വേണ്ടിയുള്ള നാഷണൽ ടീമിൽ അദ്ദേഹം വീണ്ടും അംഗത്വം നേടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒളിമ്പിക്സ് മെഡൽ നേടുക എന്ന് പറയുന്ന മനോഹരമായ സ്വപ്നം 8 വർഷത്തെ നിരന്തരമായ കാത്തിരിപ്പിനൊടുവിൽ, പരിശീലനത്തിനൊടുവിൽ 1948 ഷൂട്ടിങ്ങിൽ കരോളി ടെക്കാക്സ് സ്വർണ്ണ മെഡൽ നേടി. പക്ഷെ അദ്ദേഹത്തിൻ്റെ തീവ്രമായ വിജയാഭിലാഷം അവിടെയും നിന്നില്ല. അദ്ദേഹം പിന്നെയും പരിശ്രമിച്ചു, പിന്നെയും പൊരുതി. ഒരൊറ്റ കൈ കൊണ്ട്, വലത് കൈ, തൻ്റെ ഏറ്റവും ശക്തിയേറിയ വലത് കൈ നഷ്ടമായിട്ടും പിന്നോട്ട് പോകാതെ നിരന്തരമായ പരിശീലനത്തിലൂടെ അദ്ദേഹം പിന്നെയും പോരാടിയപ്പോൾ 1952 ഒളിമ്പിക്സിലും സ്വർണ്ണ മെഡൽ കരോളി ടെക്കാക്സിൻ്റെ കൈകളിലേക്കാണ് ലോകം നൽകിയത്. നിങ്ങൾക്കെന്തും സംഭവിക്കട്ടെ, ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ നേരിടുന്ന ഏത് പ്രതിസന്ധിയുമാകട്ടെ, എന്ത് തന്നെ ആയാലും ശരി, നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. നമ്മൾ തീരുമാനിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്ന് നമ്മുടെ വാതിലിൽ മുട്ടിയാലും ശരി, നമ്മുടെ ചുറ്റും വന്ന് നിന്നാലും ശരി, നമ്മളെ കീഴടക്കാൻ കഴിയില്ല. കാരണം നമ്മളിൽ എല്ലാവരിലും ഒരു പോരാളിയുണ്ട്. നിങ്ങളിലും എന്നിലും ഒരു കരോളി ടെക്കാക്സിമാരുണ്ട്. ആ പോരാളിയെ ഉണർത്തെഴുന്നേൽപ്പിക്കുക, പോരാട്ടം തുടരുക. ജീവിതം നേടാനുള്ളതാണ്, പൊരുതാനുള്ളതാണ്, പൊരുതി ജയിക്കാനുള്ളതാണ്. പോരാളികൾ മാത്രമേ ഈ ലോകത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. പോരാട്ടത്തിനിറങ്ങുക, ജീവിതത്തിലാണെങ്കിലും യുദ്ധത്തിലാണെങ്കിലും. താങ്ക് യു സോ മച്ച്. ഞാൻ കസാക് ബെൻജാലി.